പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ഗായമൊന്നും പറഞ്ഞില്ലല്ലോ. സാരി ഇഷ്ടായില്ലേ? ഗായത്രിയുടെ മറുപടിയൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആദു പിന്നെയും ചോദിച്ചു. ഒരുപാട് ഇഷ്ടായി. ഗായമയ്ക്ക് ആദ്യമായിട്ടാ ഇങ്ങനെയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. ഗായത്രി കണ്ണ് തുടച്ചു പറയുമ്പോൾ അവരുടെ വാക്കുകള് ധ്രുവിയിലൊരു ഉൾക്കുത്തൽ സൃഷ്ടിച്ചു. കടയിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് ഇഷ്ടമുള്ളതിന് എന്തെങ്കിലുമൊക്കെ വാങ്ങി നൽകാറുണ്ട്. പക്ഷെ ഇന്നുവരെയും അമ്മ എടുക്കുന്ന ഡ്രസ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല, അമ്മയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അറിയുവാൻ ശ്രമിച്ചിട്ടില്ല. അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അമ്മയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഞാനൊരു വട്ടപൂജ്യമാണെന്ന് ധ്രുവി മനസ്സിൽ ഓർത്തു. ചുരുങ്ങിയ നാളുകൊണ്ട് അമ്മയുടെ ഇഷ്ടമറിഞ്ഞ് പെരുമാറുന്നവളോട്, തിരക്കിനിടയിലും തന്റെ അമ്മയ്ക്കായി സമയം കണ്ടെത്തുന്നവളോട്, നിസ്വാർത്ഥമായിട്ട് അമ്മയെ സ്നേഹിക്കുന്നവളോട് അവൻ ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി. അർത്ഥമറിയാത്ത ഒരു കുഞ്ഞിഷ്ടവും. തന്നെക്കാൾ ഒരുപാട് ചെറിയ പെൺകുട്ടിയാണവൾ. ഒരു ഉറുമ്പിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ധ്രുവി ഓർത്തു. ഗായമേ, സപ്തതിക്ക് രാവിലെ തന്നെ എത്തിയേക്കണേ, ഞാൻ കാത്തിരിക്കും. അക്കുവും ഗാദിയൊക്കെ 2-3 ദിവസം എന്റെ കൂടെ തറവാട്ടിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗായമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ വിശ്വാമിത്രൻ അതൊന്നും ഇഷ്ടാകില്ലല്ലോ. ധ്രുവി ഗായത്രിയുടെ അടുത്തുണ്ടെന്ന് അറിയാതെ ആദു അല്പം പരിഭവത്തോടെ പറയുമ്പോൾ ഗായത്രി അവനെ ഒന്ന് പാളി നോക്കി. മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ എന്റെ കൊച്ചിനെ ശരിയാക്കും, ഗായത്രി മനസ്സിൽ പറഞ്ഞു. ഗായമേ, പിന്നെയും ഒരുവളുടെ കൊഞ്ചൽ. ഗായമ രാവിലെ തന്നെ വരാം മോളെ. ഗായത്രി ധ്രുവിയുടെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റാതെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ആദുവിനെ വല്യമ്മായി വിളിച്ചു. ഗായമേ, ഞാൻ വെക്കുവാട്ടോ. നാളെ മുത്തശ്ശിയുടെ സഹോദരങ്ങളും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടാകും. പിന്നെ ആ സാരി എടുത്ത് വരണേ. വിശ്വാമിത്രനെയും അച്ചോട്ടനെയും കൂടെ കൊണ്ടുവരണേ. ഇപ്പൊ വെക്കുവാട്ടോ. ബായ് ഉമ്മ. അവൾ ഒറ്റ ശ്വാസത്തിൽ വെപ്രാളത്തിൽ പറയുന്നത് കേട്ടിട്ട് ഗായത്രിക്ക് ചിരി വന്നു. കോൾ കട്ടായതും ഗായത്രി ധ്രുവിയെ നോക്കി. എല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയാണെങ്കിലും ആ മുഖത്ത് വിവേചിച്ചറിയാൻ കഴിയാത്ത ഭാവങ്ങളാണ്. അല്ലെങ്കിലും കുറച്ച് നാളുകളായി അവൻ ആർക്കും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുവാണല്ലോ. അപ്പോ നീ സപ്തതിക്ക് വരുമല്ലോ അല്ലേ? ഗായത്രി അവനോട് ഉറപ്പിനെന്നതുപോലെ ചോദിച്ചു. വരുന്നുണ്ട്, പക്ഷെ അന്ന് തന്നെ ഇവിടെ തിരിച്ചെത്തിക്കോണം. ആ പെണ്ണ് പറഞ്ഞതുപോലെ അവിടെ സ്റ്റേ ചെയ്യാന്നൊന്നും അമ്മ സ്വപ്നം കാണണ്ട. ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോകുന്ന ധ്രുവിയെ ഗായത്രി നോക്കി നിന്നു. ഇത് വിശ്വാമിത്രനല്ല, ദുർവാസാവ് തന്നെ. പിള്ളേരിട്ട പേര് മാറിപ്പോയി. ചാടിത്തുള്ളി പോകുന്നവനെ നോക്കി ഗായത്രി പെറുപെറുത്തു. ചെമ്പകമംഗലം തറവാട്ടില് ഓണം കൂടാൻ ഇക്കുറി തറവാട് നിറയെ ആളുകളാണ്. സാധാരണ വല്ലപ്പോഴും വല്ല കല്യാണങ്ങൾക്കോ നിശ്ചയത്തിനോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഒത്തുകൂടൽ ഉണ്ടാവുന്നത്. സരോജിനിയമ്മയുടെ ആഗ്രഹമായിരുന്നു സഹോദരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും തന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവർക്കുമൊപ്പം ഇക്കൊല്ലത്തെ ഓണം ഉണ്ണണമെന്നത്. നന്ദനും വിശ്വനും നേരിട്ട് ചെന്നാണ് എല്ലാരും തിരുവോണത്തിനും സപ്തതിക്കുമൊക്കെയായി ക്ഷണിച്ചത്. സരോജിനിയമ്മയുടെ ന്യായമായ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവിടെ എല്ലാവരും. ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും എത്തിയതുകൊണ്ട് തന്നെ ഉത്രാടം മുതൽ ശബ്ദമുഖരിതമാണ് ചെമ്പകമംഗലം തറവാട്. അടുക്കളയിലും മുത്തശ്ശിയുടെ മുറിയിലും പൂമുഖത്തുമെല്ലാം പ്രായത്തിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. സ്ത്രീകൾ തിരുവോണ ദിവസത്തേക്ക് വേണ്ട പച്ചക്കറികൾ അരിയുകയും തേങ്ങ ചിരണ്ടുകയും അതിനൊപ്പം ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി സഹോദരങ്ങളോട് പഴയ ഓർമ്മകളൊക്കെ പങ്കുവച്ച് പൂമുഖത്തിരിക്കുന്നു. അവിടെ ചെമ്പകമംഗലം തറവാടിന്റെ വിശാലമായ മുറ്റത്തായി സപ്തതി ദിവസത്തേക്കുള്ള വലിയ പന്തൽ നിർമ്മിക്കുന്നുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി ഏകദേശം 200ഓളം പേർക്ക് ക്ഷണമുണ്ട്. സപ്തതി ദിവസത്തേക്കുള്ള ഭക്ഷണം പാചകക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പന്തല് പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് സരോജിനി അമ്മയുടെ സഹോദരിയുടെ ആൺമക്കൾ അവിടെ നിൽപ്പുണ്ട്. നന്ദനും വിശ്വനും ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നു. ആദൂനും കിട്ടിയിട്ടുണ്ട് അവളുടെ പ്രായത്തിനൊത്തുള്ള കൂട്ടുകാരെ. നവീനും ശ്യാമും പ്രവീണയും
ബാക്കിയുള്ളവരൊക്കെ അവളേക്കാൾ മൂത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരോടുമുള്ള അത്രയും അടുപ്പം അവരോടില്ല. ആദവും കൂട്ടരുമാണ് സപ്തതി ദിവസത്തെ കാര്യപരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നവീനും ആദുവാണ് മെയിൻ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്. എല്ലാവരും ഒത്തുചേർന്ന് ചെമ്മകമംഗലത്തെ തിരുവോണം കൂടുതൽ ഭംഗിയാക്കി. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ഈ നിമിഷങ്ങൾ സരോജിനിയമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള മൂല്യമേറിയ മുഹൂർത്തങ്ങളായിരുന്നു. സരോജിനിയമ്മയ്ക്ക് മാത്രമല്ല, ആദൂനും. ഇന്നാണ് സരോജിനിയമ്മയുടെ സപ്തതി ദിവസം. അതിരാവിലെ ഉണർന്ന് ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു സരോജിനിയമ്മ. കൂടെയായി നന്ദനും അവരുടെ അനിയത്തിയും ആദവും സീതയും ഭദ്രയുമുണ്ട്. ക്ഷേത്രത്തിൽ അമ്മയുടെ പേരിൽ പ്രത്യേക പൂജകളും വഴിപാടും ഒക്കെയുണ്ട്. ചൈതന്യവതിയായ ദേവീ വിഗ്രഹത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സരോജിനിയമ്മയുടെ കണ്ണുകൾ എന്നത്തെയും പോലെ നിറഞ്ഞൊഴുകി. അവർക്ക് ദേവിയമ്മയോട് അപേക്ഷിക്കുവാൻ എന്നും ഒരു കാര്യം മാത്രമേ ഉള്ളൂ: തന്റെ നാട് വിട്ടുപോയ മകൻ. അവൻ തിരിച്ചെത്തണമെന്ന്. മരിക്കും മുൻപ് അവനെ ഒരു നോക്ക് കാണണമെന്ന്. സരോജിനിയമ്മയുടെ ജീവിതത്തിലെ ഏക ദുഃഖം ആ മകനാണ്. രാജഗോപാലൻ എന്ന അവരുടെ രാജൻ അന്യമതസ്ഥനും അന്യസംസ്ഥാനക്കാരിയുമായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് തന്റെ ഭർത്താവ് തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് അവനെ. അന്ന് ഭർത്താവിനോടൊപ്പം നിൽക്കാൻ മാത്രമേ തനിക്കും മക്കൾക്കും കഴിഞ്ഞിരുന്നുള്ളൂ. നന്ദനും സീതയും സരോജിനിയമ്മയുടെ സ്വഭാവമാണെങ്കിൽ അച്ഛൻ്റെ അതേ വാശിയും ദേഷ്യവും ഒക്കെയുള്ള മകനാണ് തന്റെ രാജൻ. അന്ന് ഇറക്കി വിട്ടതിൽ പിന്നെ ഇന്നുവരെയും അവൻ ആ തറവാടിന്റെ പടികൾ ചവിട്ടിയിട്ടില്ല. അച്ഛന്റെ മരണത്തിന് ശേഷം ഒരുപാട് അന്വേഷിച്ചു. ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇന്നുവരെയും അതിന് ഫലമുണ്ടായില്ല. ഒരുപക്ഷെ അമ്മൂട്ടിയേക്കാൾ പ്രായമുള്ള മക്കൾ ഇന്ന് അവനുണ്ടാകും. പക്ഷെ അവരെ ലാളിക്കാനും സ്നേഹിക്കാനും തനിക്ക് യോഗമില്ലല്ലോ. സരോജിനിയമ്മയുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് ഉത്കണ്ഠ പൂണ്ടു. എവിടെയാണെങ്കിലും ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും അവനായി നൽകണേ മഹാമായെ. എന്റെ രാജനെയും കുടുംബത്തെയും കാത്തുകൊള്ളണേ. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് തുടയ്ക്കാൻ പോലും മറന്നുപോയി സരോജിനി അമ്മ. ഇന്ന് ജന്മനാളായിട്ട് കരയല്ലേ അമ്മേ? ഏട്ടൻ വരും നമ്മളെ കാണാന്. ഏട്ടന് നമ്മളോട് ക്ഷമിക്കാൻ കഴിയും. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സീതയുടെ മനസ്സിലും അവളുടെ ഏട്ടന്റെ മുഖമായിരുന്നു. അമ്മയെയും അച്ഛനെയും ഒക്കെക്കാളും സീതയെ കൂടുതൽ സ്നേഹിച്ചതും കൊഞ്ചിച്ചതും എടുത്തു നടന്നതുമൊക്കെ ഏട്ടന്മാരാണ്. ഏട്ടന്റെ തോളിലേറി പൂരം കാണാൻ പോയിരുന്നതും പാടത്തിലും പറമ്പിലുമൊക്കെ ഓടി നടന്ന് കളിച്ചതുമൊക്കെ സീതയുടെ മനസ്സിലേക്ക് തെളിമയോടെ വന്നു. അവസാനമായിട്ട് അച്ഛന്റെ തല്ല് വാങ്ങി പടിപ്പുര ഇറങ്ങുന്ന ഏട്ടന്റെയും ഏട്ടന്റെ വലതു കൈയോട് ചേർന്ന് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെയും ഓർമ്മചിത്രം. മറുവശത്ത് അച്ഛന്റെ വാക്ക്. ധിക്കരിക്കാൻ കഴിയാതെ നിസ്സഹായായി പടിയിറങ്ങി പോകുന്നവരെ നോക്കി നിൽക്കുന്ന തന്റെയും അമ്മയുടെയും വല്യേട്ടന്റെയും ഏടത്തിയുടെയും ചിത്രം. ഉണങ്ങാത്ത മുറിവായി ഇന്നും മനസ്സിൽ അവശേഷിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ. അത് സീതയുടെ കണ്ണുകളിൽ കൂടുതൽ നനവ് പടർത്തി. അവരും തന്റെ ഏട്ടനും കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാകും ഗായത്രിയുടെ ഓണാഘോഷങ്ങളുടെ നിറം കെട്ടു പോയിട്ട്. തിരുവോണനാളിൽ ഗായത്രിക്കിപ്പോ ഒരു സാധാരണ ദിനം മാത്രമായി തീർന്നു. ഈ ദിവസങ്ങളിലൊക്കെയും അവരുടെ മനസ്സ് പഴയതിൽ ചില നല്ല ഓർമ്മകളിലായിരിക്കും. അത് അവരുടെ കണ്ണുകളെ ഈറനണിയിക്കും. അച്ചുഓണത്തിന് നാട്ടിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കി ഗായത്രി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഓണമുണ്ടു എന്നതല്ലാതെ പ്രത്യേകതകൾ യാതൊന്നുമില്ലാതെ ഇക്കൊല്ലത്തെ ഓണവും ഒന്നും സമ്മാനിക്കാതെ പടിയിറങ്ങിപ്പോയി. ഇന്നാണ് അവിട്ടം, സരോജിനിയമ്മയുടെ പിറന്നാൾ ദിവസം. പതിവിലും നേരത്തെ ഉണർന്നു ധ്രുവി. ഇന്ന് പതിവില്ലാത്തൊരു ഉത്സാഹവും സന്തോഷവും അവനെ പൊതിഞ്ഞു. ചെമ്പകമംഗലത്തേക്ക് പോകുവാനായി വേഗത്തിൽ ഓരോന്ന് ചെയ്യുമ്പോഴും അവന് പോലും മനസ്സിലാകാത്ത ധൃതി അവന്റെ ഓരോ പ്രവൃത്തികളിപ്പോലും ഉണ്ട്. അമ്മേ, റെഡിയായില്ലേ? ഡോറിൽ മുട്ടിക്കൊണ്ട് ധ്രുവി ചോദിച്ചു. ധ്രുവിയുടെ ഒച്ച കേട്ടിട്ടാണ് ഗായത്രി റൂം ഡോർ തുറന്നത്. അവരിപ്പോ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അച്ചു ആണെങ്കിൽ ഉണർന്നിട്ട് കൂടിയില്ല. യാത്ര പോകാൻ എന്ന പോലെ റെഡിയായി നിൽക്കുന്നവനെ കണ്ട് ഗായത്രി ആകെ അമ്പരന്നു. അവരുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. രാവിലെ 5:30 ആകുന്നതേ ഉള്ളൂ. നീ ഇത്ര രാവിലെ ഇത് എവിടേക്കാ ധ്രുവി? നേരം പുലരുന്നതല്ലേ ഉള്ളൂ? ഗായത്രി ആശ്ചര്യത്തോടെ ചോദിച്ചു. അപ്പോഴാണ്
തനിക്കല്പം തിടുക്കം കൂടിപ്പോയെന്ന് അവനും ബോധ്യമാകുന്നത്. അമ്മയല്ലേ പറഞ്ഞത് ആത്മികയുടെ മുത്തശ്ശിക്ക് സപ്തതിക്ക് പോണോന്ന്? ധ്രുവി ജാള്യത ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഇത്ര രാവിലെ പോണോ? ഒരു 8:30 ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിറങ്ങിയാൽ മതി ധ്രുവി. 2-2.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. മോൾ അച്ഛന് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 10:30 ആയിട്ട് അവിടെ എത്തിയാൽ മതി. ഗായത്രി പറയുമ്പോൾ ധ്രുവിയുടെ മുഖം മങ്ങി. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇത് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം നിങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്താൽ ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ മനഃപൂർവ്വം താമസിച്ചു എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി അല്പം നേരത്തെ റെഡി ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോ സമയം കളയാതെ അമ്പലത്തിൽ പോയിട്ട് വരാം. മുഖവും വീർപ്പിച്ച് പറയുന്നവനെ ഗായത്രി കൗതുകത്തോടെ നോക്കി. അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ ചിലപ്പോഴൊക്കെ ഗായത്രിക്ക് തോന്നും. ചിലപ്പോ അതൊക്കെ തന്റെ തോന്നലാണെന്നും. അപ്പോഴേക്കും കീ ഹോൾഡറിൽ നിന്നും ബൈക്കിന്റെ ചാവിയും എടുത്തുകൊണ്ട് ധ്രുവി അമ്പലത്തിലേക്ക് പോയിരുന്നു. കൂടുതൽ ആലോചിച്ച് സമയം കളയാതെ ഗായത്രിയും ഫ്രഷ് ആവാനായി കയറി. ആ ധ്രുവി, നേരത്തെ വിളിച്ചത് നന്നായി. ഇനിയെങ്ങാനും താമസിച്ചു പോയാലേ ഒരാളവിടെ മുഖവും വീർപ്പിച്ച് നിൽപ്പുണ്ടാകും. തലേന്നും പറഞ്ഞതേ ഉള്ളൂ രാവിലെ വരണേ ഗായമേന്ന്. ആദുവിനെ ഓർത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഗായത്രി. അവളെ ഒന്ന് നേരിട്ട് കാണാൻ അവരുടെ മനസ്സും തുടി കൊട്ടി തുടങ്ങിയിരുന്നു. ഗായത്രി ഫ്രഷായി വിളക്ക് തെളിച്ചു കഴിഞ്ഞപ്പോൾ 6 മണി കഴിഞ്ഞു. പിന്നെ അച്ചുവിനെ കോൾ ചെയ്തുണർത്തി. 6:30 ആയപ്പോൾ ധ്രുവി അമ്പലത്തിൽ നിന്ന് വന്നു. നേരത്തെ കുത്തിപ്പൊക്കിയതുകൊണ്ട് അച്ചു നേരത്തെ റെഡിയായി. ധ്രുവിയുടെ കാറിലാണ് മൂന്നാളും ചെമ്പകമംഗലത്തേക്ക് പുറപ്പെട്ടത്. അച്ചുവിന്റെ ഫോണിൽ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ക്ഷേത്രത്തിൽ നിന്നും തിരികെ എത്തിയതാണ് ആദു. കാറിന്റെ ഡോർ തുറന്നിറങ്ങിയതും വീടിന്റെ മുന്നിലായി അവളെയും കാത്തു നിൽക്കുന്നവരെ കണ്ട് ആദുവിന്റെ മിഴികൾ വികസിച്ചു. അക്കുവും ഗാദിയും ആദു അവർക്കരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ഇരുവരെയും ചേർത്ത് പിടിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം നേരിട്ട് കണ്ടപ്പോ 3 പേരുടെയും കണ്ണു നിറഞ്ഞു. നിങ്ങൾ രണ്ടോളെ വന്നുള്ളൂ? ആന്റിമാരും അങ്കിളൊന്നും വന്നില്ലേ? ആദു അവരിൽ നിന്ന് അകന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങളിവിടെ ഉണ്ട് കാന്താരി. അതെങ്ങനെയാ നിങ്ങളുടെ സ്നേഹപ്രകടനത്തിന്റെ ഇടയില് ഞങ്ങളെ ശ്രദ്ധിക്കാൻ എവിടെയാ ആദൂട്ടിക്ക് സമയം? വിജയരാഘവൻ അവർക്കരികിലേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ആദു അവരെയൊക്കെ കാണുന്നത്. അക്കുവിന്റെയും ഗാദിയുടെയും ഫാമിലി ഉണ്ട്. എല്ലാരെയും കണ്ടപ്പോ ആദുവിന് സന്തോഷമായി. തന്റെ ക്ഷണം സ്വീകരിച്ചവരെത്തിയല്ലോ. വന്നിട്ട് ഒത്തിരി നേരമായോ? ഞങ്ങൾ രാവിലെ കുടുംബാമ്പലത്തിൽ പോയിട്ട് വന്നതാ. ആദു അവരെ നോക്കി പറഞ്ഞു. ഇല്ല ആദൂട്ടി, ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. അപ്പോഴാ കുട്ടികൾ പറഞ്ഞു നിങ്ങൾ അമ്പലത്തിൽ പോയിരിക്കുവാണെന്ന്. നവീനെയും പ്രവീണയും ചൂണ്ടിയാണ് ഷീജ പറഞ്ഞത്. അപ്പോഴേക്കും പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയ വിഷ്ണു അവിടെ തിരിച്ചെത്തി. മുത്തശ്ശി, ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഗാഥ, അക്ഷയ. ഇതവരുടെ പേരൻസ്. മുത്തശ്ശിയോടായി എല്ലാരെയും പരിചയപ്പെടുത്തി ആദു പറയുമ്പോൾ മുത്തശ്ശി അവരെയൊക്കെ സ്നേഹത്തോടെ നോക്കി. ഇവിടെ വന്നു കഴിഞ്ഞാലേ അമ്മൂട്ടിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കേട്ട് അത്രത്തോളം പരിചയമായി ഇപ്പൊ രണ്ടാളെയും. ഈ വീട്ടിലെ കുട്ടികളാണെന്നേ തോന്നൂ. ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് മോള്. മുത്തശ്ശി പറയുമ്പോൾ അത് ശരിവെച്ചിരുന്നു. സീതയും നന്ദനും ബദ്രിയും ഒക്കെ. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അവസ്ഥ ഇതുതന്നെ. എത്ര പെട്ടെന്നാ ഈ 2 പേർക്കും ഇടയിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വന്നോന്നോ. വേറെ ആരെ അടുപ്പിക്കാത്ത പിള്ളാരാ. അക്കുവിന്റെ അമ്മ അനിത അഭിപ്രായപ്പെട്ടു. ഞാൻ കാണാൻ കൊതിച്ചിരുന്നതാ രണ്ടാളെയും. അത്രയും നല്ല കുട്ടികളാ രണ്ടാളും. സീത അവരെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പിന്നെ അമ്മാവനെ അമ്മായിയെയും അമ്മയെയും അച്ഛനെയും ഒക്കെ ആദു എല്ലാവർക്കും പരിചയപ്പെടുത്തി. എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരും അകത്തേക്ക് നടക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ധ്രുവയുടെയൊക്കെ കാറ് അവിടെ വന്ന് നിന്നത്. ധ്രുവയുടെ വീട്ടിലെ കാറ് ആദുവിനറിയാം. കാറ് കണ്ടതും അവൾ ഗായമേന്ന് വിളിച്ചുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് ഓടി. ഗായത്രി ഒരു പുഞ്ചിരിയോടെ ഡോർ തുറന്നു അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എത്ര ദിവസമായി ഞാൻ എൻ്റെ അമ്മൂട്ടനെ ഒന്ന് കണ്ടിട്ട്. ആദുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു. ആദു ഗായത്രിയെയും ആഞ്ഞു പുലുകി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ധ്രുവിയും അച്ചുവും ഇരുവരെയും കുറച്ചു നേരം നോക്കി നിന്നു. തേടി വിശ്വാമിത്രൻ. അവിചാരിതമായി ധ്രുവിയെ കണ്ട ഗാഥ അക്കുവിന്റെ ചെവിയിൽ പറഞ്ഞു. അച്ചുവും ഗായത്രിയും വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ധ്രുവി അവരാരും തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും വിശ്വനും നന്ദനും അച്ചുവിന്റെയും ധ്രുവിയുടെ അടുത്തേക്ക് വന്നു. ധ്രുവിത്, അച്ചു, വരൂ മോനെ, അകത്തേക്കിരിക്കാം. വിശ്വനും നന്ദനും ഇരുവരെ അകത്തേക്ക് ക്ഷണിച്ചു. വരാങ്കിൾ, കുറച്ചുനേരം ഇവിടേക്കൊന്ന് കാണട്ടെ.
ധ്രുവി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും പണിക്കാരിൽ ആരോ വിശ്വനെ വിളിച്ചു. കുറച്ച് തിരക്കിലാണ്, കാണാൻ കേട്ടോ. വിശ്വൻ പറഞ്ഞതും നന്ദനും വിശ്വന്റെ ഒപ്പം പോയി. അച്ചു ആദുവിന്റെ അടുത്തേക്ക് വന്നു. ഗായത്രി ആദുവും അവരുടെ ലോകത്താണ്. ഗായത്രിയോട് ചേർന്ന് നിൽക്കുന്ന ആദുവിന്റെ തലയിൽ ഒന്ന് കൊട്ടി അച്ചു. അവനെ മുഖം കൂർപ്പിച്ചു നോക്കി ആദു. ധ്രുവിയുടെ കണ്ണുകൾ ആദുവിൽ തന്നെയാണ്. കണ്ടു കൊതി തീരാത്തതുപോലെ ധ്രുവിയുടെ കണ്ണുകൾ അവളെ മാത്രം വലയം ചെയ്തു. ഡി, ഈ വിശ്വാമിത്രൻ എന്താടി ഇങ്ങനെ ആദുവിനെ നോക്കുന്നത്? അക്കു ഗാദിയുടെ കാതിൽ അടക്കം പറഞ്ഞു. ആ, ഗാഥ കൈമലർത്തി. തുടരും. ഈ പിള്ളേരുടെ കഥ കൊള്ളാല്ലേ? ഇതിങ്ങനെ കുറച്ച് സ്ലോയിലേ പോകുള്ളൂ കേട്ടോ. ഇല്ലെങ്കിലേ കഥയ്ക്ക് ആ ഫീല് കിട്ടില്ല. വായിച്ചിട്ട് അഭിപ്രായം പറയണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.